റഫ അതിർത്തി ക്രോസിംഗ് ഞായറാഴ്ച തുറക്കുമെന്ന ഇസ്രായേൽ. കാൽനട യാത്രക്കാർക്ക് മാത്രമാകും അതിർത്തി കടക്കാനുള്ള അനുമതി. 2 വർഷത്തോളം അടച്ചിട്ട ശേഷമാണ് ക്രോസിംഗ് വീണ്ടും തുറക്കുന്നത്. ഇസ്രായേലിന്റെ കനത്ത സുരക്ഷാ ക്ലിയറൻസിന് ശേഷമാകും ഫലസ്തീനികൾക്ക് ഇതുവഴി സഞ്ചാരം സാധ്യമാകുക. ബന്ദി കൈമാറ്റം പൂർണ്ണമായതോടെയാണ് ഇസ്രായേലിന്റെ തീരുമാനം. മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അബ്ബാസ്, ഒരു പ്രതീക്ഷയുള്ള വാർത്തയാണ്. ഈ റഫ അതിർത്തി 2 വർഷത്തിന് ശേഷം തുറക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ ഗസയിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് ഇസ്രായേലിന്റെ പ്രതികരണം? ജീന, ഗസയിലെ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഫെബ്രുവരി 1-ന് റഫ അതിർത്തി പരിമിതമായെങ്കിലും തുറക്കാനാണ് ഇസ്രായേൽ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഗസയിലെ സിവിലിയൻ കാര്യങ്ങൾ നോക്കുന്ന ഇസ്രായേലി ഭരണകൂടത്തിൻ്റെ ഒരു സമിതിയുണ്ട്. ഈ സമിതിയാണ് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുത്തത്. ഞായറാഴ്ച ഫെബ്രുവരി 1 റഫയിലെ അതിർത്തി തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും ഒരുപാട് ആളുകൾ ഗസയിൽ നിന്ന് പുറത്തേക്കും അതുപോലെ ഈജിപ്തിൽ നിന്ന് ഗസക്കകത്തേക്കും പോകാനായി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏകദേശം 20,000-ഓളം പരിക്കേറ്റ മനുഷ്യന്മാർ ഗസയിൽ നിന്ന് പുറത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ യുദ്ധമുണ്ടായ സമയത്ത് ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയ ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. ഇവർ കുടുംബത്തെ തിരിച്ച് കാണാനും അതുപോലെ സ്വന്തം സ്ഥലത്തേക്ക് എത്താനും അവിടുത്തെയുള്ള പുനർനിർമ്മാണ പ്രക്രിയകളിൽ പങ്കാളികൾ ആകാനുമൊക്കെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഏതായാലും ഇങ്ങനെ 2 ഭാഗത്തേക്കുമുള്ള ഒരു യാത്ര 2 വർഷത്തിന് ശേഷം സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പരിമിതമായ അളവിൽ മാത്രമാണ് നിലവിൽ ഈ ക്രോസിംഗ് തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ കനത്ത സെക്യൂരിറ്റി, കനത്ത സുരക്ഷാ ക്ലിയറൻസ്, ഇതിനൊക്കെ ശേഷം മാത്രമാണ് റഫയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരം സാധ്യമാകുക. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായ വിതരണം എത്തിക്കാനും അതുപോലെ മറ്റ് കാര്യങ്ങൾക്കും റീകൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എത്തിക്കാനൊന്നും ഈ ഒരു റഫ അതിർത്തി തുറക്കുന്നതുകൊണ്ട് കാര്യമുണ്ടാകും എന്ന് തോന്നുന്നില്ല. നമുക്കറിയാം 20 ലക്ഷത്തിലേറെ മനുഷ്യന്മാരാണ് ഇന്ന് ഗസയിൽ സങ്കടത്തിൻ്റെ തീരാക്കടലിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, അവർക്ക് മരുന്ന് ആവശ്യമുണ്ട്, അവർക്ക് സഹായങ്ങൾ ആവശ്യമുണ്ട്. ഇതൊക്കെ എത്തണമെങ്കിൽ വലിയ ട്രക്കുകളുടെ ഒരു എയ്ഡ് മൂവ്മെൻറ്റ് കൂടി സാധ്യമാകേണ്ടതുണ്ട്. ഇങ്ങനെ ട്രക്കുകൾ കൂടി അങ്ങോട്ട് റഫ അതിർത്തി വഴി ഗസയിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ നിലവിലുള്ള പ്രശ്നത്തിന് ഒരു ചെറിയ പരിഹാരമെങ്കിലും കാണാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട സംഗതി. ഈ 1ാം ഘട്ട വെടിനിർത്തലിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത്. ഇതിൽ ഇസ്രായേൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഗസയിൽ നിന്ന് തങ്ങളുടെ ബന്ദികളുടെ അവസാനത്തെ അവശേഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ റഫ അതിർത്തി തുറക്കാമെന്നുള്ള വാഗ്ദാനമായിരുന്നു നൽകിയിരുന്നത്. റാൻ ഗിലി എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെ അവശേഷിപ്പും കിട്ടുകയും അത് ഫോറൻസിക് പരിശോധനയിലൂടെ ഇസ്രായേലുകാരനാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുകയും ചെയ്തു. അതിനുശേഷം അത് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമാണ് ഇസ്രായേൽ റഫ അതിർത്തി തുറക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. ഇതിൽ UN അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളും അതുപോലെ അറബ് രാഷ്ട്രങ്ങളുമൊക്കെ ഈ അതിർത്തി തുറക്കാൻ വേണ്ടി വളരെ വലിയൊരു സമ്മർദ്ദം ഇസ്രായേൽ മേൽ ചുമത്തിയിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നിലവിൽ റഫ അതിർത്തി തുറക്കുന്നത്. റഫ അതിർത്തി തുറക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതിൻ്റെ ഭൂമിശാസ്ത്രപരവും അതുപോലെ ഗസയുടെ തന്നെ ഭാവിയെ തന്നെ പുനർനിർമ്മിക്കുന്നതിനും വളരെ വലിയ പ്രാധാന്യമുണ്ട്. തകർന്നടിഞ്ഞ് കിടക്കുന്ന ഗസക്ക് റഫ തുറക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ജീന. ഏതായാലും വളരെ ആശ്വാസകരമായ വാർത്ത. പക്ഷേ അതെന്തുമാത്രം സാധ്യമാകും, എന്തുമാത്രം ഏതൊക്കെ അളവ്, എത്ര വലിയ അളവിൽ സാധ്യമാകും എന്നുകൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം ഇതുവരെയുള്ള ഉടമ്പടികളൊക്കെ തെറ്റിച്ച ഇസ്രായേലിൻ്റെ ഒരു നയനിലപാടുകളെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ഈ അതിർത്തി തുറക്കുന്നത്, ഗസക്കാർക്ക് എങ്ങനെയാണ് പ്രതീക്ഷ നിർഭരമാകുന്നത്, എങ്ങനെയൊക്കെയാണ് അവർ പ്രയോജനപ്രദമാകുക എന്നുകൂടി നമുക്ക് കണ്ടറിയുന്നുണ്ട് ജീന.